കശ്മീരിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കശ്മീരിൽ ഈ തെറ്റായ കഥകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. പണ്ട് മുതലേ ഹസ്രത് ബല്ലിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. പണ്ട് ആ ഹസ്രത് ബല്ല് അവിടെ വെച്ചിരുന്ന ആ ഒരു പവിത്രമായ റെലിക് എന്ന് പറയുന്ന കാര്യം അത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഒന്ന് കള്ളപ്രചരണം ഇതുപോലെ നടന്നു. ആളുകളെല്ലാം ഇളകി വന്നപ്പോഴത്തേക്ക് പിന്നാണ് അത് തിരിച്ച് അതേപോലെ വീണ്ടും കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇത് കശ്മീരിൽ വളരെ കോമൺ ആണ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നുള്ളൊരു സ്റ്റോറി വരും. അതിന് ഏറ്റുപിടിക്കാൻ കുറെ ആളുകൾ വരും. അതിന് വേണ്ടി കല്ലേറും പിന്നെ അതുപോലെ തന്നെ പ്രസ്സിൽ അവിടെ നിന്നുള്ള ന്യൂസ് വരും. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് കശ്മീർ വളരെ പെട്ടെന്ന് പടരുകയും പെട്ടെന്ന് തണുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എപ്പോഴാണ് ആരുടെ അഗേൻസ്റ്റ് ആണ് വരുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ അതേപോലെയുള്ള ഒരു 1-2 കേസുകളാണ് ഈ സിസ്റ്റേഴ്സിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള നടന്ന ക്രൈമും. അതുപോലെ തന്നെ പലപ്പോഴും ടെററിസ്റ്റ് ചെയ്തിട്ട് ആ ടെററിസ്റ്റ് ചെയ്ത കുറ്റം പോലും സൈനികരുടെ മുകളിൽ വരുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ ചോദ്യം ചെയ്ത് വിളിച്ച വ്യക്തി നമ്മളെ പോലീസും നമ്മളോട് ചേർന്ന് വിളിച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് തിരിച്ചു വിട്ട സമയത്ത് ടെററിസ്റ്റ് പിടിച്ചു അവരെ ആ വ്യക്തിയെ ഇല്ലാതാക്കി. കാരണം ആ ടെററിസ്റ്റ് പറയുന്നത് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്നു. പക്ഷെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പം ഗ്രാമത്തിൽ മൊത്തം കഥ പറഞ്ഞു ഇത് സൈന്യമാണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഇതുപോലത്തെ കഥകളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ വളരെ സാധാരണ നടക്കുന്നതാണ്. അതിന്റെ ഇപ്പം ബുർഹാൻ വാനിയുടെ കേസായാലും ശരി,